ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഓണമൊക്കെ എന്തുവായി? എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. രാവിലെ ഞാൻ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ലാസ്റ്റ് മക്കളും എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ദോശ ഉണ്ടാക്കുവാണ് കേട്ടോ. അന്നേരം നമുക്ക് ഈ ദോശക്കല്ല് വാങ്ങിച്ചുകൊണ്ട് വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ദോശയല്ലായിരുന്നു ഉണ്ടാക്കുന്നത്. അന്നേരം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വലിയ ദോശക്കല്ല് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഷൈജുവോ ആരാണ്ട് ചോദിച്ചായിരുന്നു എന്നോട് കമൻറ്റിൽ കൂടെ, വീണ ദോശ ഒട്ടി പിടിക്കത്തില്ലേ ദോശക്കല്ല് ചപ്പാത്തി ഒട്ടി പിടിക്കത്തില്ലേ എന്നും പറഞ്ഞ് അത് കളിയാക്കി ചോദിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അന്നേരം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. സാമ്പാറുണ്ടായിരുന്നു രാവിലെ, പിന്നെ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവർ കഴിച്ചിട്ടൊക്കെ പോയതിൻ്റെ ബാക്കി സാമ്പാറായിരുന്നു അത്. അന്നേരം ഞാനും കാപ്പിയൊക്കെ കുടിച്ചിട്ട്, അപ്പൂസിൻ്റെ ഓണം സെലിബ്രേഷനാണ് നാളെ കേട്ടോ. അന്നേരം കഴിഞ്ഞ വർഷത്തെ ഓണമുണ്ടാണ്, അതെടുത്തൊന്ന് കഴുകിയിടണമെന്നും പറഞ്ഞ് രാവിലെ എൻ്റെ കൈ തന്നിട്ട് പോയതാണ് കേട്ടോ. അന്നേരം നല്ല മഴക്കാറുണ്ട്. മഴ എപ്പം വേണേലും പെയ്യാം കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അന്നേരം ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ആദ്യം തന്നെ അതൊന്ന് അലക്കിയിടുവാണ് കേട്ടോ. ഒരു കാറ്റ് കൊണ്ടാൽ മതി, അത് ഉണങ്ങി കിട്ടും. അന്നേരം നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അന്നേരം ഞാൻ അപ്പൂസിൻ്റെ ആ മുണ്ട് കഴുകിയിട്ട് ബാക്കി ജോലികളെല്ലാം ചെയ്യുന്നുള്ളെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം ഞാൻ മുണ്ടൊക്കെ അലക്കി ഒന്ന് ഒലച്ചൊക്കെ എടുത്തു. എന്നിട്ട് കംഫർട്ടൊക്കെ മുക്കിയിട്ട് നമുക്ക് അയ്യലോട്ട് വിരിച്ചിട്ടിട്ട്, പിന്നെ നമുക്കിന്ന് കുറച്ച് മുറ്റത്ത് കുറേ പുല്ല് കയറിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇപ്പം മഴയായതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വശമൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തൂക്കുന്നത്. അന്നേരം നമ്മുടെ വീട്ടമ്മമാരുടെ കൈ എത്തിയില്ലെങ്കിൽ അവിടെ പിന്നെ പുല്ലുമൊക്കെ കയറുമില്ലേ. അന്നേരം ഞാൻ എന്നും ഈ സൈഡ് തൂക്കും, അപ്പുറത്തെ സൈഡ് 2 ദിവസം കൂടുമ്പോഴേ തൂക്കത്തുള്ളൂ കേട്ടോ. അന്നേരം ഇപ്പോൾ ഇവിടെ നല്ല മഴയായതുകൊണ്ട് നല്ല വണ്ണം പുല്ല് കയറിയിട്ടുണ്ട്. അന്നേരം നമുക്കിന്ന് ആ പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് തൂളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പാടം പറ്റിക്കുന്ന സമയത്ത് നമുക്ക് മീൻ കിട്ടുമെന്ന്. കുറേ തൂളിയും ചെറിയ കുഞ്ഞു മീനുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഞാൻ ആ തൂളി വെട്ടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കല്ലേ വെച്ച് തന്നെയാണല്ലോ വെട്ടുന്നതും തേക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ആ മുണ്ടങ്ങ് അലക്കിയിട്ട് കേട്ടോ. അങ്ങനെ അപ്പൂസിൻ്റെ ഇതാണ് ഓണമുണ്ട്. കഴിഞ്ഞ വർഷം എടുത്താണ് കേട്ടോ. ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല, അന്നൊരു ദിവസമേ ഉടുക്കത്തുള്ളല്ലോ. ഇത് ഞാൻ പിന്നെ മടക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഇന്ന് അങ്ങ് അലക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ ഉടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അകത്തോട്ട് വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. അന്നേരം ഈ പാത്രങ്ങളൊക്കെ കൂടി കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വീട്ടമ്മമാർക്ക് ഭയങ്കര ഒരു ദേഷ്യമാണല്ലേ. പാത്രങ്ങളും തുണികളുമാണ് നമുക്ക് കൂടിക്കിടക്കുന്നത്. ഭയങ്കര ദേഷ്യമുള്ള കാര്യം എനിക്കങ്ങനെയാണ് കേട്ടോ. പാത്രങ്ങളും തുണികളും കൂടിക്കിടന്നാൽ തന്നെ നമ്മുടെ വീട്ടിനൊരു നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ഞാൻ പാത്രങ്ങൾ അന്നേരം കഴുകും, തുണികളാണെങ്കിലും എന്നും കഴുകും കേട്ടോ. അത്രയ്ക്ക് എന്തെങ്കിലും ഒക്കെ വയ്യാഴിക വന്നാൽ മാത്രമേ ഉള്ളൂ തുണികളും കഴുകാത്തത്. അന്നേരം ഇന്ന് ഞാൻ തുണികൾ കഴുകുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. എല്ലാ ജോലികളും കഴിഞ്ഞ് ഇന്ന് ഞാൻ വൈകുന്നേരമാണ് തുണികൾ കഴുകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇനി ഞാൻ മീൻ വെട്ടി വെച്ചിട്ടാണ് പോയി പുല്ലൊക്കെ പറിക്കുന്നത് കേട്ടോ. കാരണം മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. മുറ്റത്തെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ പെയ്താലും അടുക്കളയിലെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അന്നേരം ഞാൻ ഈ തൂളി മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നല്ല മുള്ളുള്ള ഒരു മീനാണ് കേട്ടോ. ഇത് നല്ല പാടാണ് വെട്ടാൻ കേട്ടോ. ഇതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞിട്ട് കല്ലിലിട്ട് തേച്ച് കഴുകിയെടുക്കണം. അന്നേരം നമ്മുടെ ഈ ആറ്റുമീനെല്ലാം ഇങ്ങനെ തേച്ചെടുക്കുന്ന മീനാണ് കൂടുതൽ കേട്ടോ. അന്നേരം ആറ്റുമീൻ വെട്ടാനൊന്നും എനിക്ക് നേരത്തെയൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ ഈ ആറ്റുമീനൊക്കെ വെട്ടാനും ഒക്കെ പഠിച്ചത് കേട്ടോ. ഇപ്പോൾ എല്ലാം സ്പീഡിൽ വെട്ടും, കാരണം നമ്മുടെ നിത്യ തൊഴിൽ ഇത് തന്നെയാണല്ലോ. നിങ്ങളെപ്പോഴും ഓർക്കുമില്ലേ, ചേച്ചിക്ക് മീൻ വെട്ടാനേ നേരമുള്ളൂന്ന്. നമുക്ക് ഈ പാടം പറ്റുന്ന സമയത്തും വെള്ളം കയറുന്ന സമയത്തും ഒക്കെ ഒരുപാട് മീൻ കിട്ടും കേട്ടോ. ഈ കുട്ടനാട്ടിൽ അങ്ങനൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എന്തിന് ബുദ്ധിമുട്ടുണ്ടായാലും മീനിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പം വെള്ളമൊക്കെ കയറിയെന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ മീൻ കിട്ടും. അന്നേരം നമുക്ക് ഈ വെള്ളമൊക്കെ മുറ്റത്താകുന്ന സമയത്തും ചോറും ഒരു മീൻ കൂട്ടാനും എല്ലാ വീട്ടിലും കാണും കേട്ടോ. അങ്ങനെയാണ്. അന്നേരം ഞാൻ ഇതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ വാലും സൈഡിലെ ആ മുള്ളും ഒക്കെ കളഞ്ഞിട്ട്
നല്ലവണ്ണം തേച്ച് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നല്ല ഉളുമ്പുള്ള മീനാണ് ഈ ആറ്റുമീൻ കേട്ടോ. അന്നേരം കുറച്ച് നേരം എടുക്കും, നല്ല പാടാണ് വെട്ടിയെടുക്കാനൊക്കെ. എന്നാലും ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ കിട്ടുന്നതാണ് ഈ മീൻ കേട്ടോ. വലയിടുന്നവരൊക്കെ തരുന്നതാണ്. അങ്ങനെ ഞാൻ വെട്ടിയെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു, ഈ മീനിൻ്റെ ഉളുമ്പ് പോകാൻ വേണ്ടി മൈദാപ്പൊടി ഇട്ട് തേച്ച് കഴിയാൽ മതിയെന്നും പറഞ്ഞു കേട്ടോ. അന്നേരം നല്ലൊരു ടിപ്പാണത്. പക്ഷെ ഞാൻ നല്ലവണ്ണം ഈ നമ്മുടെ കല്ലുപ്പില്ലേ, കല്ലുപ്പും കുടംപുളിയൊക്കെ ഇട്ടാണ് കഴുകുന്നത് കേട്ടോ. അന്നേരം ഈ കുടംപുളി ഇട്ട് നമ്മൾ ഈ മീൻ കഴുകിയാൽ അതിൻ്റെ ഉളുമ്പ് പോകും. ഈ തേച്ചെടുക്കുന്ന മീനല്ലേ. അന്നേരം പിന്നെ ചെറിയ മീനിൻ്റെ ഉളുമ്പ് പോകാനാണ് ഞാൻ ആ വാഴയില കാണിച്ചത് കേട്ടോ, വാഴയിലയുടെ ടിപ്പ് കാണിച്ചത്. അങ്ങനെ താണ്ട് കുറേ സമയം എടുത്തു കേട്ടോ. അന്നേരം ഇപ്പോൾ ഒരു മഴക്കാറൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് മുറ്റം മുഴുവനൊന്ന് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അന്നേരം നമ്മുടെ ഈ മീനൊക്കെ വെട്ടി തേച്ച് കഴുകിയിട്ട് ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മുറ്റം ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മുടെ ആ അപ്പുറത്തെ സൈഡിൽ കുറേ പുല്ലുകളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മുടെ മുറ്റത്തൊക്കെ പുല്ല് കയറുന്നത്. അന്നേരം ഈ ഓണം ആയാലും ഇല്ലെങ്കിലും നമുക്കെല്ലാവർക്കും വീട്ടമ്മമാർക്ക് ഇതൊക്കെ തന്നെയാണ് പണിയില്ലേ. അന്നേരം ഒരാഴ്ച നമ്മൾ മുറ്റത്ത് ചൂലിട്ടില്ലെങ്കിൽ നല്ലവണ്ണം പുല്ല് കയറി അങ്ങ് കിളുക്കും. അന്നേരം ഞാൻ അപ്പുറത്തെ സൈഡൊക്കെ തൂക്കും കേട്ടോ. അന്നേരം പുല്ല് പറിക്കാനൊന്നും നിൽക്കത്തില്ല. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഇതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ മീനെല്ലാം വെട്ടിയെടുത്ത് പീസാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മിക്സിക്കകത്തിട്ട് ചതച്ചും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇനിയിപ്പം നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് മീൻകറി വെക്കാമല്ലോ. അന്നേരം ഈ വെയിൽ വരും, മഴക്കാറ് വരും, അങ്ങനെയാണ് കേട്ടോ. രണ്ടും കൂടാണ്. എന്തായാലും ഉച്ച കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഒരു വലിയൊരു തെങ്ങാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഉണങ്ങി നിൽക്കുവാണ് തേങ്ങ കേട്ടോ. അന്നേരം ഞാൻ കുറച്ച് നേരമൊക്കെ പുല്ല് പറിച്ചിട്ട് മേളിലോട്ട് നോക്കും, ഇത് വീഴുന്നുണ്ടോയെന്ന് കേട്ടോ. ശരിക്കും വലിയ തേങ്ങയാണ്. തലയിലോട്ട് വീണ് കഴിഞ്ഞാൽ അന്നേരം തീരും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഒരു മീൻകാരൻ ഇതിലൂടെ പോയതാണ് വള്ളത്തെ കേട്ടോ. നമുക്കിവിടെ വള്ളത്തേലും കരയിൽ കൂടെ ഒക്കെ ഇങ്ങനെ മീൻ വരും. അങ്ങനെ ഞാൻ പുല്ലുപറിയും തൂത്തുവാരലും കൂടാണ്, രണ്ടും കൂടാണ് കേട്ടോ. എന്തായാലും ഇപ്പം നല്ലതായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്, മഴക്കാറങ്ങ് മാറി കേട്ടോ. അപ്പം ആ കാണുന്നതെല്ലാം ആ സൈഡിൽ പുല്ലുകളാണ് കേട്ടോ. അന്നേരം ഒരുപാട് കനമുള്ളതൊന്നുമല്ല, അത്രയും ഭാഗത്തേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് തൂത്തുവാരി വൃത്തിയാക്കി നമ്മുടെ അപ്പുറത്ത് ആ വേലി കെട്ടിയതിൻ്റെ അപ്പുറത്ത് കണ്ടമാണ് കേട്ടോ. ഈ സൈഡിൽ നമുക്ക് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഒരു പൂവരിശ, നെല്ലി, പേര, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. തെങ്ങ്, പിന്നെ നമ്മുടെ റംബൂട്ടാനുള്ള മരമില്ലേ, അതുണ്ട്. അങ്ങനെ കുറേ മരങ്ങളുണ്ട്. അന്നേരം നല്ല ഇലകളാണ് ഈ സൈഡിൽ. അന്നേരം ഒരു തേങ്ങ കിട്ടി കേട്ടോ. നമുക്കതിൻ്റെ ഇടയ്ക്ക് കിടന്നതാണ് ഒരു ഉണക്കത്തേങ്ങ. ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നാൽ കാണത്തില്ല കേട്ടോ, അതിങ്ങനെ വീണ് കിടക്കും. അന്നേരം ആ സൈഡിലാണ് നമുക്ക് കൂടുതൽ ഈ ഇതുള്ളത്. അത് ഞാനിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒത്തിരി പാടൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് പറിച്ചെടുക്കാമായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ ഇതിന് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ വേറെ ജോലികളൊന്നും പിന്നെ നടക്കത്തില്ല. അന്നേരം ഞാൻ മീൻ ഏതായാലും വെട്ടി വെച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ പുല്ലൊക്കെ പറിക്കാം കേട്ടോ. ഇനിയും ചെന്ന് കറി വെച്ചാൽ മതിയല്ലോ. ഇന്നലത്തെ മോരും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പുല്ലുപറിയും തൂത്തുവാരലും ഒക്കെയാണ്. അവിടെ നമുക്ക് നല്ലൊരു കാന്താരി ഉണ്ട് കേട്ടോ. വലിയൊരു കാന്താരിയായിരുന്നു. അന്നേരം ഈ തെങ്ങിൻ്റെ ഒരു ഓലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കനമുള്ള ഓലമടലാണ്. അത് വീണ് അതങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ. അന്നേരം ഇപ്പോൾ അതിൻ്റെ മേൽഭാഗം എല്ലാം പോയിട്ട് കുറച്ച് ചെറുതായിട്ടാണ് അവിടെ ഒരു കാന്താരി, ഒരു കറിവേപ്പ് നിപ്പുണ്ട്, 2 നിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇല നിപ്പുണ്ട്, ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഷുഗറിനൊക്കെ പറ്റിയ ഒരു ഇലയില്ല, എന്തോ അതിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. ഷുഗറിനൊക്കെ കഴിക്കുന്ന ഒരു ഇലയാണോ വെള്ളം തിളപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ചെടിയാണ് ഈ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുനിഞ്ഞ് നിന്നിങ്ങനെ പുല്ല് പറിച്ചെടുക്കുമ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു കേട്ടോ. കുറേ ഇത് കാണുന്ന പോലൊന്നുമല്ല, കുറേ സമയം എടുത്തു. നമ്മൾ ഈ സൈഡിലെല്ലാം വൃത്തിയാക്കിയല്ലേ വന്നത്. അന്നേരം ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് ചെയ്യാൻ നല്ല രസമാണ് അല്ലേ. അന്നേരം ഞാൻ അപ്പൂസിനോടൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ പുല്ലൊന്നും പറിക്കാൻ പറഞ്ഞാൽ പറിക്കത്തില്ല. എന്തായാലും നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. അന്നേരം പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല, ഞാൻ തന്നെ ഇത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതാണ് തെങ്ങ് കേട്ടോ, നല്ല ഉയരമുള്ള തെങ്ങാണ്. ഇതാണ് നമ്മുടെ കാന്താരി. അതിൻ്റെ അപ്പുറത്തൊരു കറിവേപ്പും ഉണ്ട് കേട്ടോ. വലിയ കാന്താരിയായിരുന്നു, അത് ഈ ഓലമടൽ വീണ് ഒടിഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ എല്ലാ പുല്ലും വാരിക്കൊണ്ട് നമ്മുടെ ഈ വേലിയുടെ അപ്പുറത്തെ കണ്ടത്തിലോട്ട് ഇടുവാണ്. അന്നേരം കുറച്ചൊക്കെ നല്ലവണ്ണമൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം പുല്ല് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നല്ല മഴക്കാറ് വരുന്നുണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് ഷുഗറിനുള്ള ഒരു ചെടിയാണ്. ഇത് നമ്മുടെ പുറത്തെ എന്താണ് തോടാണ് കേട്ടോ. ഇവിടെ ഈ ചിറയിലെല്ലാം തെങ്ങുകളും വാഴയും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ അറിയാം, നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. നല്ല ഇരുട്ടായി കേട്ടോ, മൂടാപ്പായി. ഞാൻ അന്നേരം മീൻകറി വെക്കാനായിട്ട് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ നല്ലവണ്ണം പുളിയും ഉപ്പും ഒക്കെ ചേർക്കണം ആറ്റുമീൻ. അന്നേരം നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് ഇതെല്ലാം ഇട്ട് വഴറ്റി പൊടികളൊക്കെ ചേർത്ത് പിന്നെ കുടംപുളി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അന്നേരം ഇങ്ങനെയുള്ള ആറ്റുമീനൊന്നും നമ്മൾ ഒരുപാട് വെള്ളമൊന്നും വെക്കത്തില്ല, കുറച്ച് വെള്ളമേ വെക്കത്തുള്ളൂ കേട്ടോ. അന്നേരം ഇത് നല്ല ഉറപ്പുള്ള മീനല്ല, കിളുകിളാന്നുള്ള മീനാണ്. ആറ്റുമീനെല്ലാം അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഈ കടമീൻ്റെ അത്രയും ഉറപ്പ് വരത്തില്ല ആറ്റുമീൻ. അന്നേരം ഞാനിതെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഒരു വലിയ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ തക്കാളി കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും രണ്ടും കൂടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒത്തിരി എരിവായി കഴിഞ്ഞാലും കഴിക്കത്തില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാനിതിനിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടി ഇടാഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് അഴുക്കാകാൻ സാധ്യതയുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാനതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടാണ് ഈ മീൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചേറെ മീനുള്ളപ്പോൾ ഞാനങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. നമുക്ക് ഇരുന്നാലും അഴുക്കാകത്തില്ലല്ലോ. ചിലപ്പം കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനും പറ്റത്തില്ല. അന്നേരം ചൂടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുക്കാകത്തില്ല കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കുടംപുളി ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ പുളി ഉപ്പും നല്ലവണ്ണം ഈ മീനിന് വേണം. അന്നേരം കുറച്ചേറെ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ മീൻകറിയുടെ അടുപ്പിലോട്ട് വെച്ചിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ച്. അന്നേരം നിങ്ങൾ ആരും ഓർക്കരുത് കേട്ടോ, കുളിക്കാതെ വന്നാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന്. ഞാൻ നല്ലവണ്ണം കൈയൊക്കെ സോപ്പിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് പിന്നെ മീൻകറി വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് കുളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഇതുകൂടെ ചെയ്തിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം വെട്ടി തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ ആ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഞാൻ സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോകല്ലേ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ നമ്മൾ കുറച്ച് മീൻ വറക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും ടാറ്റാ.